ലോകം കണ്ട ഏറ്റവും വലിയ രക്തരൂക്ഷിതമായ അധികാര കൈമാറ്റമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് നടന്നത്. മതത്തിന്റെ പേരിൽ വെട്ടിമുറിക്കപ്പെട്ട രാജ്യത്ത് മതം തിരഞ്ഞ് മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടു. മതം നോക്കി അന്നു തുടങ്ങിയ കൂട്ടക്കൊല ഇന്ന് പഹൽഗാം വരെ എത്തി നിൽക്കുന്നു. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി രണ്ട് മനുഷ്യർക്കിടയിലെ അധികാരക്കൊതി ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം സമ്മാനിച്ച ദിനം. അതെ, പറഞ്ഞു വരുന്നത് ഇന്ത്യ വിഭജനത്തെക്കുറിച്ച് തന്നെയാണ്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ 10 ദുരന്തങ്ങളിൽ ഒന്ന്. മതത്തിന്റെ പേരിൽ നടന്ന ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊല. ഇന്ത്യ വിഭജനത്തെ ചുരുങ്ങിയ വാക്കുകളിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം. മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ നടന്ന ഡയറക്റ്റ് ആക്ഷൻ പദ്ധതിയാണ് ഇന്ത്യയെ കലാപ കലുഷിതമാക്കിയത്. പാകിസ്ഥാന് വേണ്ടിയുള്ള മുസ്ലിം ലീഗിന്റെ യുദ്ധപ്രഖ്യാപനമായിരുന്നു അത്. 1946 ഓഗസ്റ്റ് 16 ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി ജിന്ന പ്രഖ്യാപിച്ചതോടെ കലാപം തുടങ്ങി. ആദ്യം കൊൽക്കത്തയിലായിരുന്നു കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. 3 ദിവസം നീണ്ട അക്രമത്തിൽ 4000-ലധികം പേർ കൊല്ലപ്പെട്ടു. വർഗീയ കലാപം ബീഹാറിലേക്കും നവഖാലിയിലേക്കും യുണൈറ്റഡ് പ്രവിശ്യകളിലെ ഗുർമുക്തേശ്വറിലേക്കും 1947 മാർച്ചിൽ റാവൽപിണ്ടിയിലേക്കും വ്യാപിച്ചു. തുടർച്ചയായ അക്രമങ്ങൾക്കൊടുവിൽ ഇന്ത്യയെ വിഭജിക്കാൻ കോൺഗ്രസ് സമ്മതം മൂളി. കൊടും ക്രൂരതകളാണ് പുതുതായി രൂപം കൊണ്ട പാകിസ്ഥാനിൽ അരങ്ങേറിയത്. ഹിന്ദുക്കളെയും സിഖുകാരെയും തിരഞ്ഞു പിടിച്ച് ആക്രമിച്ചു. ചോര പുഴ പോലെ ഒഴുകി. മനുഷ്യരോദനം കേട്ട് പ്രകൃതി പോലും വിറങ്ങലിച്ചു. ഗർഭിണികളുടെ വയറുകീറൽ, കുഞ്ഞുങ്ങളുടെ തല ഇഷ്ടികച്ചുവരുകളിൽ ഇടിക്കൽ, ഇരയുടെ കൈകാലുകളും ജനനേന്ദ്രിയങ്ങളും മുറിച്ചുമാറ്റൽ, തലകളും മൃതദേഹങ്ങളും പ്രദർശിപ്പിക്കൽ എന്നിങ്ങനെ ഭീകരമായ കൊലകളാണ് നടന്നത്. കൊള്ളയും കൊലയും മാത്രമല്ല, ബലാത്സംഗങ്ങളും വ്യാപകമായി. പാകിസ്ഥാനിലെ ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിലെ സ്ത്രീകൾ മാനം രക്ഷിക്കുന്നതിനായി കൂട്ട ആത്മഹത്യ ചെയ്തു. അക്രമികൾ തങ്ങളെ കൊലപ്പെടുത്തിയാൽ കുടുംബത്തിന് എന്ത് സംഭവിക്കും എന്ന ഭയത്താൽ പുരുഷന്മാർ സ്വന്തം ഭാര്യമാരെയും പെൺമക്കളെയും കൊലപ്പെടുത്തി. മക്കളുടെ മുന്നിൽ വെച്ച് കൂട്ട ബലാത്സംഗത്തിന് നിരവധി പേർ ഇരയായി. ഹിന്ദുക്കളും സിഖുകാരും പലായനം ചെയ്താൽ അവരുടെ സ്വത്തുക്കൾ കൂടി തട്ടാമെന്ന് കരുതി അയൽക്കാർ വാളെടുത്തു. സിന്ധിൽ കൂടുതൽ ഹിന്ദു വിരുദ്ധ കലാപങ്ങൾ ഉണ്ടായി. കറാച്ചിയിലും ഹിന്ദു വിരുദ്ധ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഇത് 1100 പേരുടെ മരണത്തിന് കാരണമായി. വിഭജന കലാപങ്ങളുടെ ഏറ്റവും രൂക്ഷമായ മുഖം കണ്ടത് പഞ്ചാബിലും ബംഗാളിലുമാണ്. പശ്ചിമ പഞ്ചാബിൽ ഒരു സിഖുകാരനോ ഹിന്ദുവോ പോലും കലാപത്തെ അതിജീവിച്ചില്ല. ലാഹോർ പഞ്ചാബ് തീവണ്ടികളെല്ലാം രക്ത തീവണ്ടികളെന്ന് അറിയപ്പെട്ടു. വിഭജന സമയത്ത് പഞ്ചാബിലുടനീളമുള്ള മൊത്തം കുടിയേറ്റം 12 ദശലക്ഷമായാണ് കണക്കാക്കപ്പെടുന്നത്. കൊന്നു തള്ളപ്പെട്ടവരിൽ മിച്ചം വന്നവരാണ് എല്ലാം. ലാഹോറിൽ നിന്നും വന്ന ഒരു വണ്ടിയിൽ നിറയെ സിഖുകാരുടെ കബന്ധങ്ങളായിരുന്നു. അതിൽ രക്തം കൊണ്ട് എഴുതിയ ഒരു കുറിപ്പും. കൊല എങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങളെ കണ്ടുപഠിക്കൂ എന്നായിരുന്നു ആ എഴുത്ത്. തീവണ്ടി യാത്രയിൽ വഴിമധ്യേ മുഴുവൻ ജനക്കൂട്ടം യാത്രക്കാരെ കൊലപ്പെടുത്തി. മരിച്ചവരുടെ മൃതദേഹം ട്രെയിനിൽ നിന്നും വലിച്ചെറിഞ്ഞു. ദോറഹ കനാലിൽ വെള്ളം രക്തത്താൽ ചുവന്നു. തോഹ ഖൽസ എന്ന ഗ്രാമത്തിൽ സ്ത്രീകൾ അവരുടെ മാനം രക്ഷിക്കാൻ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു. വടക്കൻ പഞ്ചാബിലെ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിലെ ജനം സിഖുകാർക്കെതിരെയും ഹിന്ദുക്കൾക്കെതിരെയും ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടു. പേടിച്ച് നഗ്നപാതരായി റെയിൽപാളത്തിലൂടെ ഓടുന്നതിനിടയിൽ വീണ് മരിച്ചവർ പോലും ആയിരങ്ങൾ വരും. പാകിസ്ഥാനിൽ വെച്ച് കൊടിയ പീഡനമാണ് സിഖുകാർ ഏറ്റുവാങ്ങിയത്. കിഴക്കൻ ബംഗാളിലെ സ്ഥിതി ഭയാനകമായിരുന്നു എന്ന് വേണം പറയാൻ. കൊന്നു കൊതി തീരാതെ മനുഷ്യർ തെരുവുകളിൽ ചോരയ്ക്കായി ദാഹിച്ചലഞ്ഞു. ഇരകളുടെ ആർത്തനാദം വെറും ഞരങ്ങൽ മാത്രമായി ഒതുങ്ങി.
പാകിസ്ഥാന് നൽകിയ കിഴക്കൻ ബംഗാളിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടു. ഉടുതുണി പൊക്കി നോക്കി മതം ഉറപ്പുവരുത്തിയാണ് പലരെയും വെട്ടിക്കൊന്നത്. ഇതോടെ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. പലരും പട്ടിണിയും അസുഖവും മൂലം വഴിയിൽ വീണു മരിച്ചു. വിഭജന സമയത്ത് ബംഗാളിലുടനീളമുള്ള മൊത്തം കുടിയേറ്റം 3.3 ദശലക്ഷമായി കണക്കാക്കപ്പെടുന്നു. 2.6 ദശലക്ഷം ഹിന്ദുക്കൾ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കും 0.7 ദശലക്ഷം മുസ്ലിങ്ങൾ ഇന്ത്യയിൽ നിന്നും കിഴക്കൻ പാകിസ്ഥാനിലേക്കും മാറി. 98.5% ബുദ്ധമത ഭൂരിപക്ഷമുണ്ടായിരുന്ന ചിറ്റഗോങ് പ്രദേശങ്ങളിലും കൊലകൾ അരങ്ങേറി. അങ്ങനെ 20 ലക്ഷത്തോളം പേർ മരിച്ചു വീണും 2 കോടിയിലധികം മനുഷ്യർ കുടിയിറക്കപ്പെട്ടും 2 രാജ്യങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് ചുവടുവെച്ചു. ചുടുചോരയുടെ രൂക്ഷഗന്ധം അന്തരീക്ഷത്തിൽ തളം കെട്ടി നിൽക്കെ 2 നേതാക്കൾ അവരുടെ അധികാര കൊതി ശമിപ്പിച്ചു. കഥ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ തല നിറയെ മരവിപ്പാണ്. എങ്കിലും ഇതിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞ് ഓർമ്മിപ്പിക്കാതെ തരമില്ല. കാരണം കടന്നു വന്ന കനൽ വഴികൾ നല്ല നാളേക്കായുള്ള ഓർമ്മപ്പെടുത്തലും പ്രചോദനവുമാണ്. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.